നമസ്കാരം. ധാരണയിലെത്താൻ കഴിയാതെ ഇറാൻ അമേരിക്ക ചർച്ച മൂന്നാം വട്ടവും പിരിയും. ഇരു സംഘവും ജനീവയിൽ നിന്ന് മടങ്ങി. കേവലം ഒരു നൂൽപാലത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന പശ്ചിമേഷ്യയിലെ സമാധാനം പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കൂടുതൽ അടുത്തു എന്ന് വേണം പറയാൻ. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകളെ പിന്നെയും തള്ളി മാറ്റി യുദ്ധത്തിന് മുൻപുള്ള ശംഖുനാദം ഏത് നിമിഷവും ഉയരാവുന്ന നിലയിലായി കഴിഞ്ഞു കാര്യങ്ങൾ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളായി അവിശ്വാസത്തിന്റെയും സംഘർഷത്തിന്റെയും നിഴലിലാണ് നിലകൊള്ളുന്നത്. പല ഘട്ടങ്ങളായി നീണ്ട മാരത്തോൺ ചർച്ചകൾക്കു ശേഷം ഇരു സംഘങ്ങളും മടങ്ങിയെങ്കിലും അന്തരീക്ഷത്തിൽ ആശ്വാസത്തെക്കാൾ ആശങ്കയാണ് കൂടുതലായി അനുഭവപ്പെടുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചർച്ചകൾ ഇതുവരെയുള്ള ഏറ്റവും ഫലപ്രദമായവയാണ് എന്ന് വിശേഷിപ്പിച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രിയും പുരോഗതി ഉണ്ടായതായി പ്രതികരിച്ചു. എന്നാൽ സാങ്കേതിക തലത്തിലുള്ള ആണവ വിഷയങ്ങളിലാണ് ചർച്ചകൾ കുടുങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ആണവ പ്രവർത്തനങ്ങളുടെ പരിധി, യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ശതമാനം, അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളുടെ പ്രവേശനം തുടങ്ങിയ കാര്യങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കടുത്തതായിരിക്കുന്നത്. അമേരിക്കൻ സംഘത്തെ നയിച്ചത് സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഉണ്ടായിരുന്ന ആണവ കരാർ ഉപേക്ഷിച്ചതിനു ശേഷം ബന്ധം കൂടുതൽ കടുത്തിരുന്നു. ഇപ്പോഴത്തെ ശ്രമങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. എങ്കിലും വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നത് വളരെ സങ്കീർണമായ ദൗത്യമാണ്. എന്നാൽ അതിനിടയിൽ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയും അമേരിക്കൻ സൈനിക സാന്നിധ്യം പ്രദേശത്ത് വർദ്ധിക്കുന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ പടക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ഇന്ന് ഇസ്രയേൽ തുറമുഖമായ ഹൈഫയിൽ എത്തും. നേരത്തെ കപ്പലിന് സാങ്കേതിക തകരാറുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് സജ്ജമാണെന്ന് US നാവികസേന തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സാധാരണ നാവിക സഞ്ചാരം എന്നതിലുപരി ശക്തമായ യുദ്ധഭീതി ഉയർത്തുകയെന്നത് കൂടിയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വൈരാഗ്യം പ്രദേശത്ത് നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിന്റെ പ്രധാന ഘടകമാണ്. ഗാസ യുദ്ധം, സിറിയയിലെ സായുധ സാന്നിധ്യം, ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഇടപെടൽ, ഇതെല്ലാം ചേർന്ന് പാശ്ചാത്യേഷ്യ ഒരു പൊട്ടിത്തെറിയുടെ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പടക്കപ്പൽ ഹൈഫയിൽ എത്തുന്നത് ഇറാനോട് പ്രത്യക്ഷമായതോ പരോക്ഷമായതോ ആയ ശക്തമായ മുന്നറിയിപ്പായി വേണം വിലയിരുത്താൻ. അമേരിക്ക യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നത് ഔദ്യോഗിക നിലപാടായിരിക്കാം. പക്ഷേ യുദ്ധം ഒഴിവാക്കാൻ സന്നദ്ധത എന്ന പേരിലും സൈനിക സജ്ജീകരണം ശക്തമാക്കുന്നത് പലപ്പോഴും മറുവശത്ത് സംശയങ്ങൾക്ക് ഇടയാക്കും. ശക്തമായ നാവിക സാന്നിധ്യം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ വിന്യാസം, മിസൈൽ പ്രതിരോധ കൂട്ടായ്മകൾ, ഇവയൊക്കെ ചേർന്നൊരു പ്രതിരോധ വളയം അമേരിക്ക ഇറാനുമേൽ തീർക്കുന്നുവെന്ന് പറയാം. എന്നാൽ ഇത്തരം നീക്കങ്ങൾ ചെറിയ ഒരു തെറ്റിദ്ധാരണയെയും വലിയ ഏറ്റുമുട്ടലായി മാറ്റാൻ ഇടയാക്കുന്നുവെന്ന ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ആണവ വിഷയത്തിൽ ഇറാൻ തന്റേതായ നിയമാവകാശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അമേരിക്ക അന്താരാഷ്ട്ര സുരക്ഷയും പ്രാദേശിക സ്ഥിരതയും ചൂണ്ടിക്കാണിക്കുന്നു. ഈ നിലപാടുകൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തുക എളുപ്പമല്ല. ചർച്ചകൾ ഫലപ്രദമാണെന്ന വിലയിരുത്തലുകൾ ഉണ്ടോ എങ്കിലും അവയുടെ ഫലം കരാറായി മാറുന്നുണ്ടോ എന്നതാണ് നിർണായകം. ഇതുവരെ നടന്ന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ട് എന്ന പ്രസ്താവനകൾ പ്രതീക്ഷയ്ക്ക് ഒരു വാതിൽ തുറക്കും. എന്നാൽ അതേസമയം സൈനിക ചലനങ്ങൾ ശക്തമാകുന്നത് ആ പ്രതീക്ഷയെ മങ്ങിയതുമാക്കും. ഇറാൻ അമേരിക്ക ബന്ധം ചരിത്രപരമായി നയതന്ത്രവും ശക്തിപ്രകടനവും ഒരേ സമയം നടന്നിട്ടുള്ള ചരിത്രമുള്ളതാണ്. പലപ്പോഴും ചർച്ചാ മേശയിലും യുദ്ധഭൂമിയിലും ഒരുപോലെ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത പൂർണ്ണമായി നിഷേധിക്കാനാവില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ ബന്ധത്തിലെ പിടിവാശികൾ, പ്രോക്സി സംഘർഷങ്ങൾ, ആണവ ആശങ്കകൾ എന്നിവ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ചെറിയ പ്രേരണ പോലും വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കും. എന്നാൽ അതിന്റെ പ്രത്യാഘാതം ആഗോളതലത്തിൽ എണ്ണവില ഉയർച്ച, സാമ്പത്തിക അസ്ഥിരത, അഭയാർത്ഥി പ്രശ്നം, അന്താരാഷ്ട്ര സുരക്ഷാ പ്രതിസന്ധി എന്നിവയായി പ്രതിഫലിക്കും. ഇതിനാൽ ഇപ്പോഴത്തെ അവസ്ഥ ഒരു നിർണായക വഴിത്തിരിവാണ്. നയതന്ത്രം വിജയിക്കുമോ, ശക്തി പ്രകടനം നയതന്ത്ര സാധ്യതകളെ തകർക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാണ്. ജനീവ ചർച്ചകൾ താൽക്കാലികമായി അവസാനിച്ചുവെങ്കിലും യഥാർത്ഥ പോരാട്ടം ഇപ്പോഴും ചർച്ചാ മേശയിൽ തന്നെയാണ്. യുദ്ധത്തിന്റെ നിഴൽ കനക്കുമ്പോൾ സമാധാനത്തിന്റെ പ്രകാശം തെളിക്കാൻ ഇരു രാജ്യങ്ങളും കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ട സമയമാണ്.